ആണ് നക്ഷത്ര പ്രീ സ്കൂൾ ഫോർ ലിറ്റിൽ വണ്ടേഴ്സ്. നാളെ 5-ാം തീയതി, ടുമോറോ ഈസ് 5th, ആൻഡ് നാളെ 5-ാം തീയതി ദ എൻറ്റയർ വേൾഡ് ഈസ് സെലിബ്രേറ്റിംഗ്. മുഴുവൻ ലോകം വേൾഡ് എൻവയറമെൻറ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യണം. ഈ വേൾഡ് എൻവയറമെൻറ്റ് ഡേ എന്താണ്? വേൾഡ് എൻവയറമെൻറ്റ് ഡേ ഈസ് എ ഡേ വെൻ എവ്രി വൺ പ്ലെജസ് ടു സേഫ് ഗാർഡ് ദ എൻവയറമെൻറ്റ്, സേഫ് ഗാർഡ് ദ സറൗണ്ടിങ്, സേഫ് ഗാർഡ് ദ മദർ എർത്ത്. അപ്പോൾ ഈ എൻവയറമെൻറ്റ് ഡേയിൽ സാധാരണ കുറേ ആക്ടിവിറ്റീസ് നല്ല സ്കൂളുകാർ ചെയ്യാറുണ്ട്. പാലക്കാടിൽ ഞാൻ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് ഇതുവരെ വളരെ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ ചില നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ്റെ കുട്ടികളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർക്ക് അറിയും വല്ലതും ഇങ്ങനത്തെ ഒരു സംഭവം അവർ ചെയ്യാറുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ആരും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ബിക്കോസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ വിചാരിക്കുന്നത് കുട്ടികളെ ഡെവലപ്പ് ആക്കില്ല എന്ന്. പക്ഷേ കുട്ടികൾക്ക് ഒരു ഭാവന, ദാറ്റ് ഈസ് ഒരു എൻവയറമെൻറ്റിൻ്റെ പ്രതി ഒരു സംവേദനം കൊടുക്കുകയാണെങ്കിൽ, മലയാളം ഐ ഡോണ്ട് നോ ഹൗ ഗുഡ് ഇറ്റ് ഈസ്, ബട്ട് ഐ എം ട്രൈയിങ് മൈ ബെസ്റ്റ് ടു സ്പീക്ക് ഗുഡ് മലയാളം. അപ്പോൾ കുട്ടികൾക്കൊരു എന്താ പറയുക, ഒരു അനുഭവം നമ്മളുടെ എന്താണ് ഈ എൻവയറമെൻറ്റ് എങ്ങനെ നമുക്ക് നന്നായി വെക്കേണ്ടത്, നന്നായി എൻവയറമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് കിട്ടുക, ഇതൊക്കെയാണ് നമ്മുടെ സ്കൂള് അല്ലെങ്കിൽ നല്ല സ്കൂൾസ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അവർ ഈ അവസരം, ഈ എൻവയറമെൻറ്റ് ഡേ സെലിബ്രേഷൻ ചെയ്യുന്ന അവസരം അവരെപ്പോഴും നല്ല രൂപത്തിലാണ് അവർ ഉപയോഗിക്കുക. നാളെ 5-ാം തീയതി വേൾഡ് എൻവയറമെൻറ്റ് ഡേ. കഴിഞ്ഞ കൊല്ലവും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ചെടികൾ കാണില്ലേ കടത്തയിൽ, ഇപ്പോൾ ഇതിലൊക്കെ നോക്കി കുട്ടികളുടെ പേര് എഴുതിയിട്ടുണ്ടാവും. കണ്ടോ നിങ്ങൾ? ഈ ചെടികളൊക്കെ കഴിഞ്ഞ കൊല്ലം നമ്മുടെ കുട്ടികൾ ഇവിടെ വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ സുമാറായി കിട്ടിയിട്ടുണ്ടാവും. വേൾഡ് എൻവയറമെൻറ്റ് ഡേ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചെടികൾ പിടിപ്പിക്കണം. അപ്പോൾ ഈ നക്ഷത്ര പ്രീ സ്കൂളിൻ്റെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് തിങ് ഈസ് ദാറ്റ് ഒരു ഗ്രീൻ അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക. അത് കാരണം ഒരു ഫ്രഷ്നെസ് എപ്പോഴും കുട്ടികൾ ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഗ്രീൻ അറ്റ്മോസ്ഫിയർ ഞങ്ങൾ വെച്ചതല്ല, കുട്ടികൾ സ്വന്തം ഡെവലപ്പ് ചെയ്യുന്ന സംഭവമാണ് ഞങ്ങൾ വെക്കുന്നത്. ഇങ്ങനത്തെ നല്ല ഹോബീസ്, നല്ല ക്യാരക്ടറിസ്റ്റിക്സാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികളെ. ദയവ് ചെയ്ത് നാളെ കുട്ടികൾ സ്കൂളിലേക്ക് വരികയാണെങ്കിൽ അവരുടെ കയ്യിൽ ഒരു ചെടി, ഒരു പൂച്ചെടിയോ ചെറിയ ചെടി അവരുടെ കൊടുത്തു വിടണം. വല്ല മുള്ളിച്ചെടി വേണ്ട, അല്ലെങ്കിൽ പുൽച്ചെടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല തന്നെയാണ്. അത് ഇവരിങ്ങനത്തെ ഒരു ചട്ടിയിൽ ഗ്രോ ചെയ്തിട്ട് അതിൽ അവരുടെ പേരും ഉണ്ടാവും ആ ചട്ടിയിൽ. ആൻഡ് അവർ തന്നെ അതിനെ ചട്ടിയും പിന്നെ അതിലുള്ള മണ്ണ്, ഫർട്ടിലൈസർ അതൊക്കെ സ്കൂൾ കൊടുക്കും. നിങ്ങൾ വെറും ചെടി കൊടുത്തു വിട്ടാൽ മതി. കണ്ട് നോക്കി പേര് നോക്കുന്നതുണ്ട് അതിൽ. അപ്പോൾ എല്ലാ കുട്ടികളുടെയും പേര് ഈ ചട്ടികളിൽ ഉണ്ട്. ആൻഡ് ഇത് കണ്ടു നിങ്ങൾ പേരുകൾ, എല്ലാ കുട്ടികളുടെയും പേരുണ്ട് അതിൽ. അപ്പോൾ നാളെ ഈ ചട്ടികൾ ഞങ്ങൾ കൊടുക്കും സ്കൂളിൻ്റെ വക. ആൻഡ് അതിൽ മണ്ണ് നിറച്ച് നമ്മളോട് കൊടുക്കും. പിന്നെ അവർക്ക് വെള്ളം അങ്ങനെ ഒഴിക്കേണ്ട ആ സാധനങ്ങളൊക്കെ സ്കൂളിലുണ്ട്. ഇതാ എല്ലാം റെഡിയാണ്, ചെറുത്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഒരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി, ഈ ഗാർഡനിങ് അല്ലെങ്കിൽ നമ്മുടെ ഈ എൻവയറമെൻറ്റ് നമുക്ക് എങ്ങനെയാണ് നല്ല രൂപത്തിൽ കൊണ്ടുവരേണ്ടത്, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് എങ്ങനെ തയ്യാറാക്കേണ്ടത്, ഇതെല്ലാം ഒരു നല്ല സ്കൂൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. നക്ഷത്ര പ്രീ സ്കൂൾ നാളെ ആ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ബിക്കോസ് എൻറ്റയർ വേൾഡ് നല്ല നല്ല സിറ്റീസിലൊക്കെ നല്ല നല്ല സ്കൂൾസിലൊക്കെ ഇത് നന്നായിട്ട് ആയി. ഒന്നിത്. സെക്കൻഡ്, ഇക്കൊല്ലം 2025 തീമാണ് പ്ലാസ്റ്റിക്സിനെ നോ പറയുക. ബിക്കോസ് പ്ലാസ്റ്റിക്സ് നമ്മൾ എത്ര യൂസ് ചെയ്യണോ അത് വെരി എൻവയറമെൻറ്റൽ ഹെസാർഡ്, എൻവയറമെൻറ്റിന് നല്ലതല്ല അത്. അപ്പോൾ കുട്ടികൾക്ക് അതിനെപ്പറ്റി നിങ്ങൾ പറഞ്ഞു കൊടുക്കും. പ്ലാസ്റ്റിക് മിനിമമായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് നിരോധിക്കുക. പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ പാടില്ല. പ്ലാസ്റ്റിക് യൂസ് ചെയ്ത് എന്തൊക്കെയാണ് എൻവയറമെൻറ്റൽ ഹെസാർഡ്സ് ഉണ്ടാവുന്നത്, ഇതൊക്കെയാണ് നിങ്ങൾ നാളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കുട്ടികൾ വരുമ്പോൾ അവരുടെ കയ്യിൽ തീർച്ചയായിട്ട് ഒരു ചെറിയ ചെടി കൊടുത്തുവിടുക. ബാക്കി കാര്യങ്ങൾ സ്കൂൾ തന്നെ നോക്കും. സോ വൺസ് അഗെയിൻ വിഷിങ് യു ഓൾ എ ഹാപ്പി എൻവയറമെൻറ്റ് ഡേ. ബാക്കി ഞാൻ രാത്രി വീട്ടിൽ പോയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരും. ചിലപ്പോൾ രാവിലെ ചെടി കിട്ടുമോ കിട്ടില്ല എനിക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ട് കുട്ടികൾക്ക് ആ ഒരു ഭാവന, ദാറ്റ് ഈസ് ഗാർഡനിങ് എന്ന് പറഞ്ഞൊരു സംഭവം തീർച്ചയായിട്ടും പഠിപ്പിച്ചു കൊടുക്കണം. അത് നല്ലൊരു കൾച്ചേർഡ് ഫാമിലിയിലത്തെ ഒരു ഹോബിയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ സ്കൂളിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഇത് നോക്കി ഇതൊക്കെ കുറേ നല്ല നല്ല ചെടികളുടെ വിത്തുകൾ ഇട്ടിട്ട് നമ്മൾ വളർത്തുകയാണ് അവിടെ. ഇത് നോക്കി ഗ്രോ ബാഗ്സിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ സ്കൂൾ വെറുതെ ഒരു 1, 2, 3 ABC പഠിപ്പിക്കുന്ന സംഭവമല്ല. ഇതിൽ കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് ഇവിടുന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നാളെ കുട്ടികൾ വരുമ്പോൾ തീർച്ചയായിട്ടും അച്ഛനമ്മമാരുടെ അടുത്ത് ഒരു റിക്വസ്റ്റാണ്, ഒരു ചെടി, നല്ലൊരു പൂച്ചെടി ഒരു പ്ലാസ്റ്റിക് കവറിലോ പേപ്പർ കവറിലോ ഇങ്ങനെ ഇട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചട്ടിയും ഇതും കൊടുക്കും. ആൻഡ് ദേ വിൽ ബി എ പാർട്ട് ഓഫ് ദ വേൾഡ് എൻവയറമെൻറ്റ് ഡേ celebration of Nakshatra Preschool for Little Wonders 2025. Thank you. God bless. Have a very pleasant evening.